നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കല്ലട ജലോത്സവം. കല്ലട ചുണ്ടന് അനുമതി നിഷേധിച്ചതായി പരാതി. ഹൈക്കോടതിയെ സമീപിച്ച് കല്ലട ചുണ്ടന്റെ അമരക്കാർ. ചുണ്ടന് നീളം കുറവാണെന്ന് സംഘാടക സമിതി. വ്യക്തിപരവും രാഷ്ട്രീയവുമായ കാരണമെന്നും ആക്ഷേപം. ഓച്ചിറ 28ാം ഓണാഘോഷം. കെട്ടുരുപ്പടികൾ 6-ാം തീയതി വരെ പടനിലത്ത് പ്രദർശിപ്പിക്കുമെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ. കെട്ടുകാഴ്ചകൾക്കൊപ്പമുള്ള DJ പാർട്ടി, പോപ്പർ എന്നിവ നിരോധിച്ചു. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. 190 കുപ്പി മദ്യവുമായി യുവാവ് പിടിയിൽ. കുലശേഖരപുരം ആദിനാട് വടക്ക് സ്വദേശി ശ്രീരാജാണ് അറസ്റ്റിലായത്. 95 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. കല്ലട ജലോത്സവത്തിൽ പങ്കെടുക്കാൻ കല്ലട ചുണ്ടന് അനുമതി നിഷേധിച്ചതായി പരാതി. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് കല്ലട ചുണ്ടന്റെ അമരക്കാർ. മറ്റ് ചുണ്ടൻ വള്ളങ്ങളെ അപേക്ഷിച്ച് നീളം കുറവാണെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ചുണ്ടന് അനുമതി നിഷേധിച്ചത്. എന്നാൽ വ്യക്തിപരവും രാഷ്ട്രീയവുമായ കാരണങ്ങളാണ് അനുമതി നിഷേധിക്കാൻ കാരണമായതെന്നും ആക്ഷേപമുണ്ട്. എന്നോടുള്ള വ്യക്തിവൈരാഗ്യം കാരണം, എന്നോട് മാത്രമുള്ള വ്യക്തിവൈരാഗ്യം മാത്രമാണ് കല്ലട ചുണ്ടൻ വള്ളം ഈ കല്ലടയാറ്റിൽ കളിപ്പിക്കാതിരിക്കുവാൻ കല്ലട ജലോത്സവ പ്രേമികൾ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ ശ്രമിക്കുന്നത്. ഒക്ടോബർ 3 നടക്കുന്ന കല്ലട ജലോത്സവത്തിൽ കല്ലട ചുണ്ടന് മത്സരിക്കാൻ അനുവാദം നിഷേധിച്ചതായി പരാതി. ഇതേ തുടർന്ന് ബന്ധപ്പെട്ടവർ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ വർഷത്തെ ജലോത്സവത്തിൽ പങ്കെടുക്കാൻ കല്ലട ചുണ്ടൻ നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. സന്തോഷ് അടൂരാന്റെ നേതൃത്വത്തിലാണ് കല്ലട ചുണ്ടൻ തയ്യാറാക്കിയത്. 65 പേർക്ക് തുഴയാൻ കഴിയും. 10 ലക്ഷത്തിലധികം രൂപ വിനിയോഗിച്ചാണ് ചുണ്ടൻ നിർമ്മിച്ചത്. ജലോത്സവത്തിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ചുണ്ടൻ ആഘോഷപൂർവ്വം കല്ലടയാറ്റിൽ എത്തിച്ചിരുന്നു. എന്നാൽ ജലോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കല്ലട ചുണ്ടന് മത്സരിക്കാനുള്ള അവസരം സംഘാടക സമിതി നിഷേധിക്കുകയായിരുന്നു. മത്സര ചുണ്ടൻ വള്ളങ്ങളെ അപേക്ഷിച്ച് കല്ലട ചുണ്ടന് നീളം കുറവാണെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചിട്ടുള്ളത്. എന്നാൽ ചുണ്ടൻവള്ളത്തിൻ്റെ നീളത്തിൻ്റെയും വീതിയുടെയും ക്രമത്തിന് പൊക്കവും ഒക്കെ അനുസരിച്ച് ആണ് എങ്കിൽ എല്ലാ ചുണ്ടൻവള്ളവും ഒരേ ക്രമത്തിലല്ല നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്നത്. 74 മുതൽ തുഴച്ചിക്കാരുള്ള 95 തുഴച്ചിക്കാരുള്ള എല്ലാ വള്ളങ്ങളും ഒരേ ക്രമത്തിൽ മത്സരിക്കുമ്പോൾ 65 തുഴച്ചിക്കാർ മാത്രമുള്ള ഈ ഞങ്ങളെ ഒരു കാരണവശാലും മറ്റൊരു ചുണ്ടൻവള്ളക്കാർക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ 95 അമിതമായ തുഴച്ചിക്കാരുണ്ടായിരുന്നുവെങ്കിൽ മറ്റുള്ള ചുണ്ടൻവള്ളക്കാർക്ക് പറയാം, ഇത് അമിതമായ തുഴച്ചിക്കാർ കയറുന്നത് കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ മത്സരിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ചുണ്ടൻ വള്ളങ്ങളെല്ലാം ഒരേ നീളത്തിലുള്ളതല്ലെന്നും കല്ലട ചുണ്ടന് അവസരം നിഷേധിച്ചത് രാഷ്ട്രീയവും വ്യക്തിപരവുമായ വൈരാഗ്യം മൂലമാണെന്ന് സന്തോഷ് അടൂരാൻ പറഞ്ഞു. ഇവിടെ ഇവിടെ നെഹ്റു ട്രോഫിയുടെ, അതായത് ചുണ്ടൻവള്ള ഓണേഴ്സ് അസോസിയേഷൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കല്ലടയുടെ ജലോത്സവ പ്രേമികളെ, അതിൻ്റെ അധികാരികൾ അല്ലെങ്കിൽ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ കല്ലട ചുണ്ടൻ കളിപ്പിക്കാതിരിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെ ഈ വള്ളം ഒഴിവാക്കിയിരിക്കുകയാണ്. സംഘാടക സമിതിയുടെ തീരുമാനത്തിനെതിരെയാണ് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഓച്ചിറ 28ാം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കെട്ടുരുപ്പടികൾ 6-ാം തീയതി വരെ പടനിലത്ത് പ്രദർശിപ്പിക്കുമെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. ക്ഷേത്ര ഭാരവാഹികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം. കെട്ടുകാഴ്ചകൾക്കൊപ്പമുള്ള DJ പാർട്ടി, പോപ്പർ എന്നിവ നിരോധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ, ചിഹ്നങ്ങൾ എന്നിവ കർശനമായും നിരോധിച്ചു. ഉത്സവ ദിവസം പടനിലത്തും ദേശീയപാതയിൽ കൊട്ടനാട്ട് ജംഗ്ഷൻ മുതൽ പ്രീമിയർ ജംഗ്ഷൻ വരെയും ഓച്ചിറ ടൗൺ മുതൽ ഇടയനമ്പലം വരെയും റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചു. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ കാളകെട്ടുത്സവത്തിനു ശേഷം കെട്ടുകാളകളെ ഒക്ടോബർ 6 വരെ പടനിലത്ത് പ്രദർശിപ്പിക്കുമെന്ന് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് K. രാമകൃഷ്ണൻ അറിയിച്ചു. ക്ഷേത്ര ഭാരവാഹികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനമെടുത്തത്. കെട്ടുകാളുകൾക്കൊപ്പമുള്ള DJ പാർട്ടി, പോപ്പർ എന്നിവ നിരോധിച്ചിട്ടുണ്ട്. ഓരോ വലിയ നന്ദികേശ രൂപത്തോടുമൊപ്പം അഗ്നിരക്ഷാ ഉപാധികൾ, CCTV എന്നിവയുണ്ടാകും. പോലീസ് സേനാംഗങ്ങളുടെ സാന്നിധ്യവും ഉറപ്പുവരുത്തും. നന്ദികേശ രൂപങ്ങളുടെ ഉയരം കണക്കാക്കി ജില്ലാ ഫയർ ഓഫീസിൽ നിന്ന് നിരാക്ഷേപ പത്രം കൈപ്പറ്റണം. അടിയന്തര ഘട്ടങ്ങളിൽ അഗ്നിരക്ഷാ വാഹനങ്ങൾ, ആംബുലൻസുകൾ എന്നിവയ്ക്ക് സുഗമമായി സഞ്ചരിക്കുന്നതിന് പ്രത്യേക പാത സജ്ജീകരിച്ചിട്ടുണ്ട്. ഉത്സവ ദിനമായ 3-ന് ക്ഷേത്ര പരിസരത്തിന് 3 കിലോമീറ്റർ പരിധിയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തി. ഉത്സവത്തിന് മുന്നോടിയായി അഴിച്ചുമാറ്റുന്ന വൈദ്യുതി ലൈനുകൾ സമയബന്ധിതമായി KSEB പുനഃസ്ഥാപിക്കും. ക്ഷേത്ര അധികൃതർ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന നമ്പർ ക്രമത്തിലായിരിക്കും കെട്ടുകാളുകളെ പടനിലത്ത് നിരത്തുക. ഏകദേശം 150ഓളം
രജിസ്റ്റർ ചെയ്ത് 135ഓളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരു 10-15 വന്നിട്ടുണ്ട്. ഏതായാലും അതിനനുസരിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ സ്ഥലമില്ല എന്നുള്ള കാരണം കൊണ്ടോ അല്ലെങ്കിൽ അവരെ കയറ്റി വിട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് തടസ്സം വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് മുൻകരുതൽ എന്ന നിലയ്ക്ക് കുറച്ച് പ്ലോട്ടുകൾ കൂടി ഇതാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ സഹകരണം വേണം. നല്ല രീതിയിലുള്ള ഈ ജനങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ 2 ദിവസമായിട്ട് പത്രം ഉണ്ടാവില്ല ഇനി. അപ്പോൾ അവര് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ ഡൈവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ പറഞ്ഞിരുന്നു. അത് പോലീസുമായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് ഈ ചാനലുകൾ മുഖാന്തരം നിങ്ങൾക്ക് ഈ എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും കൂടി ഒരു സ്ക്രോളിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായിരിക്കും. അവരതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലൂടെ മാത്രമേ കെട്ടുകാളുകളെ പടനിലത്തേക്ക് പ്രവേശിപ്പിക്കൂ. പടനിലത്ത് നിന്ന് ഭക്തരെ പ്രധാന കവാടം വരെ തിരിച്ചിറങ്ങാൻ അനുവദിക്കില്ല. അതിനായി മറ്റ് കവാടങ്ങൾ ഉപയോഗിക്കണം. എഴുന്നള്ളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും ചിഹ്നങ്ങളും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ക്രമസമാധാന പാലനത്തിനായി മഫ്തിയിലുൾപ്പെടെ 900 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ വലിപ്പത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കാലഭൈരവൻ എന്ന കെട്ടുകാളയെ ഉത്സവ ദിവസം രാവിലെ 7 മുമ്പ് എഴുന്നള്ളിച്ച് രാത്രി 7 മുമ്പ് പടനിലത്ത് പ്രവേശിപ്പിക്കും. അകത്ത് കയറുന്ന കാളകളെ ഇവിടെ നിയന്ത്രിച്ച് ഇവിടെ നിർത്താൻ വേണ്ടിയിട്ടും അതിന് പോലീസുണ്ടാകും. തഹസിൽദാർ ഇവിടെ ക്യാമ്പ് ചെയ്യും. തഹസിൽ അവർ മജിസ്ട്രസി പവർ എക്സർസൈസ് ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ അവരതെല്ലാം ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം സുഗമമായിട്ട് നടക്കും എന്നുള്ള അറേഞ്ച്മെൻറ്റുകളാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഉള്ള ആളുകൾക്ക് നമ്മുടെ ദേവസ്വത്തിൻ്റെ ഭാഗമായിട്ട് സാറ് പറഞ്ഞതുപോലെ കുടിവെള്ളമെല്ലാം അവർക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ സ്പോട്ട് അനുസരിച്ച് പരമാവധി അത് ചെയ്യും. അത് ചൂടുവെള്ളം കൊടുക്കാനാണെങ്കിൽ അതിൻ്റെ പിന്നെ മൂവ്മെൻറ്റ് എത്രത്തോളം സാധിക്കും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ഇതേസമയം ക്ഷേത്ര ഭാരവാഹികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ NH അധികൃതർ പങ്കെടുത്തില്ല. ഉത്സവ ദിവസം പടനിലത്തും പഴയ ദേശീയപാതയിൽ കൊട്ടിനാട്ട് ജംഗ്ഷൻ മുതൽ പ്രീമിയർ ജംഗ്ഷൻ വരെയും ഓച്ചിറ ടൗൺ മുതൽ ഇടയനമ്പലം ജംഗ്ഷൻ വരെയുമുള്ള പാതയുടെ ഇരുവശങ്ങളിലും സമ്പൂർണ്ണ പാർക്കിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. 190 കുപ്പി മദ്യവുമായി ഒരാൾ കരുനാഗപ്പള്ളി എക്സൈസിന്റെ പിടിയിൽ. കുലശേഖരപുരം ആദിനാട് വടക്ക് കോയിക്കൽ വീട്ടിൽ ശ്രീരാജിനെയാണ് അറസ്റ്റ് ചെയ്തത്. സ്കൂട്ടറിൽ നിന്നും വീട്ടിൽ നിന്നുമായാണ് 190 കുപ്പികളിലായി 95 ലിറ്റർ മദ്യം പിടിച്ചെടുത്തത്. 190 കുപ്പി മദ്യവുമായാണ് കരുനാഗപ്പള്ളി കുലശേഖരപുരം ആദിനാട് വടക്ക് കോയിക്കൽ വീട്ടിൽ ശ്രീരാജിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ സ്കൂട്ടറിൽ നിന്നും വീട്ടിൽ നിന്നുമായി 190 കുപ്പികളിലായി 95 ലിറ്റർ മദ്യം പിടിച്ചെടുക്കുകയായിരുന്നു. ഓച്ചിറ കാളകെട്ട് മഹോത്സവം, അടുത്ത ദിവസങ്ങളിലെ ഡ്രൈ ഡേകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മദ്യം ശേഖരിച്ച് വലിയ തുകയ്ക്ക് വിൽക്കുന്നതിനായാണ് ഇയാൾ സൂക്ഷിച്ചതെന്ന് എക്സൈസ് പറഞ്ഞു. എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ KG രഘുവിന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർ അഭിലാഷ് ജി, സിഇഒമാരായ കിഷോർ, ഹരിപ്രസാദ്, ഗോപകുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഡ്രൈവർ അബ്ദുൽ മനാഫ് എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓച്ചിറ 28ാം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ 3 ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തും. രാവിലെ 6 മുതലാണ് ഗതാഗത ക്രമീകരണം. ആലപ്പുഴ ഭാഗത്തുനിന്ന് കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ നങ്ങ്യാർകുളങ്ങര കവലയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് തട്ടാരമ്പലം, മാവേലിക്കര, രണ്ടാംകുറ്റി, കറ്റാനം വഴി ചാരിമൂട്ടിലെത്തി തെക്കോട്ട് തിരിഞ്ഞ് ചക്കുവള്ളി വഴി കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോകണം. KSRTC ബസ്സുകൾ കായംകുളത്ത് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് ചാരിമൂടെത്തി അവിടെ നിന്ന് ചക്കുവള്ളി വഴി കരുനാഗപ്പള്ളി ഭാഗത്തേക്കാണ് പോകേണ്ടത്. കാറുകൾ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ കായംകുളത്ത് നിന്ന് KP റോഡ് വഴി ചാരിമൂട്, തഴവാമുക്ക്, ചൂനാട്, മണപ്പള്ളി, അരമത്തുമഠം, പുതിയകാവ് വഴി കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോകണം. കൊല്ലം ഭാഗത്തുനിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന വാഹനങ്ങൾ കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പണിക്കർക്കടവ് പാലം വഴി തീരദേശപാത വഴി അഴീക്കലിലെത്തി വലിയഴീക്കൽ പാലം വഴി കായംകുളം, ആലപ്പുഴ ഭാഗത്തേക്ക് പോകാം. തിരുവനന്തപുരത്തു നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ഹെവി വാഹനങ്ങൾ കൊട്ടിയത്തു നിന്ന് തിരിഞ്ഞ് കണ്ണനെല്ലൂർ, കുണ്ടറ, ഈസ്റ്റ് കല്ലട, ഭരണിക്കാവ്, ചക്കുവള്ളി, ചാരിമൂട്, കായംകുളം വഴി എറണാകുളത്തിന് പോവുകയോ KMML ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുകയോ കൊല്ലം മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള ഹൈവേ വികസിപ്പിച്ച സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്ത ശേഷം നിയന്ത്രണം തീരുന്ന മുറയ്ക്ക് യാത്ര തുടരുകയോ ആവാമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. അഷ്ടമുടിക്കായൽ തീരസംരക്ഷണവുമായി ബന്ധപ്പെട്ട് പേരയത്ത് കണ്ടൽവനം പദ്ധതിക്ക് തുടക്കം. ഗ്രാമപഞ്ചായത്തും ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കണ്ടൽവനം പദ്ധതി നടപ്പാക്കുന്നത്. അഷ്ടമുടിക്കായൽ തീരസംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ്
പേരയം ഗ്രാമപഞ്ചായത്ത് കണ്ടൽവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഗ്രാമപഞ്ചായത്തും ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കണ്ടൽവനം പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ പേരയം പഞ്ചായത്ത് തല ഉദ്ഘാടനം പടപ്പക്കര നെല്ലിമുക്കം കായൽ തീരത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. അരുൺ അലക്സ്, ബി സ്റ്റാഫോർഡ്, എൻ ഷേർലി, വിനോദ് പാപ്പച്ചൻ, വത്സ ഗോഡ്വിൻ, ബിന്നി മറിയം മാത്യു, സുമേഷ്, നവീൻ, സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കേരള ഹോംഗാർഡ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും അനുമോദനവും കുണ്ടറയിൽ നടത്തി. ആദരവ്, തെരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു. കേരള ഹോംഗാർഡ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും അനുമോദനവുമാണ് കുണ്ടറയിൽ സംഘടിപ്പിച്ചത്. സ്കോളർഷിപ്പ് വിതരണം, ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. ജില്ലാ ഫയർഫോഴ്സ് മേധാവി എൻ രാംകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അജി രഘുവരൻ അധ്യക്ഷത വഹിച്ചു. കുണ്ടറ സ്റ്റേഷൻ ഫയർ ഓഫീസർ PG ദിലീപ് കുമാർ, സംസ്ഥാന പ്രസിഡന്റ് B അശോക് കുമാർ, ജില്ലാ സെക്രട്ടറി K സുരേഷ് കുമാർ, ട്രഷറർ G ആൽഡ്രിൻ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം വാമദേവൻ പിള്ള, ചന്ദ്രൻ പിള്ള, സബ് ഡിവിഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് ആദരവും നടത്തി. ജില്ലാ പ്രസിഡന്റായി അജി രഘുവരനെയും K സുരേഷ് കുമാറിനെ ജില്ലാ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയ BJP നേതാവിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പത്തനാപുരം നെടുമ്പറമ്പിൽ നിന്നും ആരംഭിച്ച പ്രകടനം കല്ലുംകടവിലെത്തി പത്തനാപുരം ടൗണിൽ അവസാനിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കൊലപ്പെടുത്തുമെന്ന് ചാനൽ ചർച്ചയിൽ പറഞ്ഞ BJP വക്താവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തിയത്. പത്തനാപുരത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി. നെടുമ്പറമ്പിൽ നിന്നും ആരംഭിച്ച പ്രകടനം കല്ലുംകടവിലെത്തി പത്തനാപുരം ടൗണിൽ സമാപിച്ചു. ധർണ കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. മഹാദേവപുര എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ 1,10,000 വോട്ട് കിട്ടിയ BJP സ്ഥാനാർത്ഥി 6 അസംബ്ലി മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കിട്ടിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 10,000 വോട്ടിന് ജയിച്ചിരിക്കുന്നു. അത് പരിശോധിച്ചപ്പോഴും അവിടെയും കൃത്രിമം നടന്നിരിക്കുന്നു, അവിടെയും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിരിക്കുന്നത് വ്യക്തമായി മനസ്സിലായി. അങ്ങനെ UP-യിൽ പോലും നരേന്ദ്രമോദി വിജയിച്ച വാരണാസിയിൽ പോലും വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ BJP എവിടെയൊക്കെ ജയിക്കുന്നുവോ അവിടെ അസംബ്ലിയിലായിരുന്നാലും പാർലമെന്റിലായിരുന്നാലും അത് നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ അല്ല, മറിച്ച് നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ, ആ ഇലക്ഷൻ കമ്മീഷനിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ അത് ബഹുഭൂരിപക്ഷം ഗുജറാത്തുകാരാണ്. ഗുജറാത്തിൽ IAS ഉദ്യോഗസ്ഥന്മാരാണ്. നരേന്ദ്രമോദിയുടെ നമശിവായം ഉദ്യോഗസ്ഥന്മാരാണ് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടിരുത്തുന്നത്. ആ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടിരുത്തുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളും BJP പറയുന്നതനുസരിച്ച് മോഡിയുടെയും അമിത്ഷായുടെ ഇംഗിതത്തിനനുസരിച്ചാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന നമ്മുടെ രാജ്യം നമുക്കറിയാം. നമ്മൾ എത്രയോ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു, രാജീവ് ഗാന്ധി പരാജയപ്പെട്ടു. നമ്മൾ അധികാരത്തിൽ ഇന്ന് പുറത്താണ്. പക്ഷേ നമ്മളൊരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടില്ല. പത്തനാപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധീർ മലയിൽ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഇതിനോടകം കേരള ജനത അറിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ഇന്ത്യയുടെ വളരെ ജനകീയനായ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ പ്രതീക്ഷയും പ്രത്യാശയുമായി മാറി ഈ രാജ്യത്തുടനീളം സാധാരണക്കാർക്കൊപ്പം നിന്നുകൊണ്ടൊരു സ്നേഹത്തിൻ്റെ വെള്ളരിപ്രാവായി ഈ രാജ്യത്തുടനീളം സഞ്ചരിച്ച് സാധാരണക്കാർക്കൊപ്പം സഞ്ചരിച്ച് നീങ്ങുന്ന മതേതരത്വത്തിൻ്റെ രാജകുമാരൻ, ജനാധിപത്യത്തിൻ്റെ കാവലാളായ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തെ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് പരസ്യമായി വധിക്കും, വെടിയുണ്ടകൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന്
പുലമ്പുന്ന RSS സംഘപരിവാർ സംഘടനകളുടെ കൊലവിളിയാണ് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിലൂടെ കേരളം ഇന്ത്യ ജനത കണ്ടത്. ഇതിന് ഒരു പ്രതിപക്ഷ നേതാവിനെ വധിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും കൊലവിളി പ്രസംഗം നടത്തിയിട്ടും പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാതെ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഇവിടുത്തെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും BJPയുടെയും RSSന്റെയും ചെരുപ്പ് നക്കികളായി ഓച്ചാനിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഷെയ്ഖ് പരീദ, പള്ളിത്തോപ്പിൽ ഷിബു, ഷെയ്ഖ് നവാസ് ഖാൻ, PA ഷാജഹാൻ, പൊന്നമ്മ ജയൻ, ഷീജ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീ രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ ഒരു രോമത്തിൽ പോലും തൊടാൻ BJPക്കോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കോ കഴിയില്ല എന്ന് ഉറക്ക സ്വരത്തിൽ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിശക്തമായി ഞങ്ങൾ പ്രതികരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംരക്ഷിച്ചുകൊണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവിനെ ഒന്ന് തൊടാൻ പോലും BJPക്കോ അല്ലെങ്കിൽ RSSനോ കഴിയില്ല. സംരക്ഷിക്കണ പിണറായി, മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഞങ്ങളുടെ ഓമന നേതാവാണ്. ഇന്ത്യ എന്നൊരു രാജ്യത്തിന്റെ പ്രതീക്ഷയുള്ളൊരു പ്രതിപക്ഷത്തിൻ നേതാവാണ്. കോൺഗ്രസ് പാർട്ടി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. പടിഞ്ഞാറേക്കല്ലട പാട്ടമ്പലം കടവിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. കല്ലടയാറ്റിൽ പടിഞ്ഞാറേക്കല്ലട പാട്ടമ്പലം കടവിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. കാർപ്പിനത്തിൽപ്പെട്ട 2.5 ലക്ഷം കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. Integrated Fishery Resource Management in Inland Aquatic Ecosystem 25-26 ഭാഗമായി പൊതുജലാശയത്തിലെ മത്സ്യവിത്ത് നിക്ഷേപത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനമാണ് ഇവിടെ നമ്മുടെ ആരാധ്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ നിർവഹിക്കുന്നത്. തീർച്ചയായും എല്ലാ വർഷവും ഇവിടെ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്നുണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ വലിയ പ്രയോജനം ഈ നാട്ടിൽ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും മത്സ്യത്തിൻ്റെ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾക്കും വലിയ സഹായകമായിട്ടുണ്ട് എന്ന് അനുഭവം കൊണ്ട് തന്നെ ബോധ്യപ്പെടും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വീരതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K സുധീർ, ഉഷാലിയും ശിവരാജൻ, അംബിക, ഫിഷറീസ് വകുപ്പ് ജീവനക്കാരായ പോൾ രാജൻ, ആര്യ, രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് പ്രബോധിനി ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ പ്രബോധിനി സാഹിത്യ പുരസ്കാരം M മുകുന്ദന് സമ്മാനിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK മധു അവാർഡ് കൈമാറി. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഛായാചിത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് പ്രബോധിനി ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ പ്രബോധിനി സാഹിത്യ പുരസ്കാരമാണ് M മുകുന്ദന് സമ്മാനിച്ചത്. ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK മധു പുരസ്കാരം സമ്മാനിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പി അനി വരവിള രൂപകൽപ്പന ചെയ്ത ശില്പവും ചിത്രകാരൻ ലെനിൻ ബാല വരച്ച ഛായാചിത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. ചടങ്ങിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് P ദീപു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് പുരസ്കാരം ലഭിച്ച കൃതിയെയും ഗ്രന്ഥകർത്താവിനെയും പരിചയപ്പെടുത്തി. പ്രബോധിനി ഗ്രന്ഥശാലയിലെ വായനക്കാരായ 24ഓളം വനിതകൾ ചേർന്ന് രചിച്ച അവൾ പൂക്കുന്ന ഇടം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും M മുകുന്ദൻ നിർവഹിച്ചു. ആരും അങ്ങനെ പോവില്ല, പുസ്തകം അന്വേഷിച്ച് പോവില്ല, പുസ്തകം ഇങ്ങോട്ട് വരണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതാണ് പുസ്തകങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരണമെന്നുള്ള ഒരു ശാഠ്യം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എഴുത്തുകാർ ശ്രദ്ധിക്കേണ്ടത് വായനക്കാരെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അത് എഴുത്തുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും എഴുത്തുകാരെ ശ്രദ്ധിക്കുന്നില്ല. അതിനുള്ള ഒരു കാരണം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഞാനന്ന് എഴുതുന്ന കാലം പോലെയല്ല ഇത്. അന്ന് ഞങ്ങളുടെ പുസ്തകങ്ങളൊക്കെ
പിന്നെ ഒരു പുസ്തകം അച്ചടിച്ചാൽ 1000 കോപ്പിയാണ് ആദ്യത്തെ. പിന്നെ 1000 കോപ്പിയാണ് അടിക്കുക. അത് വിറ്റ് തീരാൻ 2 കൊല്ലമോ 1 കൊല്ലമോ 2 കൊല്ലമൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ അത് മുഴുവൻ വിറ്റ് തീരില്ല ഒരിക്കലും. അങ്ങനെയുള്ളൊരു കാലമായിരുന്നു. പക്ഷെ ഇന്ന് 10000 കോപ്പിയൊക്കെയാണ് ഒറ്റയടിക്ക് അച്ചടിക്കുന്നത്. അത് 1 മാസം കൊണ്ടൊക്കെ വിറ്റ് തീരുകയാണ് 10000 കോപ്പിയൊക്കെ. അങ്ങനെയുള്ളൊരു കാലമാണിത്. അപ്പോൾ അങ്ങനെ 1000 കോപ്പി വിൽക്കാൻ വേണ്ടി 2 കൊല്ലമൊക്കെ കാത്തിരുന്ന ആ കാലത്ത് നിന്ന് 1 മാസം കൊണ്ട് 10000 കോപ്പികളൊക്കെ വിറ്റുപോകുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് മാർക്കറ്റിൻ്റെ അത്ഭുതകരമായൊരു സിദ്ധിയാണ്. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി എം സലീം, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ, സെക്രട്ടറി വി വിജയകുമാർ, കരയോഗം പ്രസിഡന്റ് ഋഷീന്ദ്രൻ, ആർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് ചന്ദ്രകുമാർ, ഗ്രന്ഥശാല സെക്രട്ടറി നേഹ വിനീത, ലൈബ്രറിയൻ ശിവചന്ദ്രൻ, ബിജി ബാനർജി, ഗിമിജ, സ്മിത, ഉണ്ണിക്കുട്ടൻ, നന്ദുലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ജനകീയാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടം തുറന്നുകൊടുത്തു. 40 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. മുൻ എം പി AM ആരിഫിന്റെ പ്രാദേശിക വികസന ഫണ്ടാണ് കെട്ടിട നിർമ്മാണത്തിനായി വിനിയോഗിച്ചത്. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ജനകീയാരോഗ്യ കേന്ദ്രത്തിനായി 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. മുഴങ്ങോടി പാലശ്ശേരി ലേഖ സതീഷ് ദമ്പതിമാർ പഞ്ചായത്തിന് നൽകിയ 8 സെന്റ് സ്ഥലത്ത് മുൻ എം പി AM ആരിഫിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ വിനിയോഗിച്ച് ആധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം CR മഹേഷ് MLA നിർവഹിച്ചു. പുതിയ ഭരണസമിതിയുടെ നേതൃത്വം വന്നതിന് ശേഷം പല പദ്ധതികളും വളരെ വേഗത്തിലാക്കുവാനും പൂർത്തീകരിക്കുന്നതിനും ഒരു ജനപ്രതിനിധി എന്നുള്ള നേരത്തെയും പഞ്ചായത്ത് അംഗമായിരുന്നു, തൊടിയൂർ വിജയൻ നേരത്തെ പഞ്ചായത്ത് അംഗമായിരുന്നു. അങ്ങനെ അനുഭവ പരിചയമുള്ള ആളുകളുടെ ഒക്കെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ കാര്യക്ഷമമായ രീതിയിൽ വളരെ വേഗത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതും സന്തോഷമാണ്. പ്രവർത്തനങ്ങളെ കാര്യത്തിൽ നമുക്ക് ആർക്കും കക്ഷി രാഷ്ട്രീയമില്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് പ്രധാനപ്പെട്ട പ്രശ്നം ഗ്രാമീണ റോഡുകളുടെ തകർച്ചയാണ്. പഞ്ചായത്ത് മെമ്പർമാർ എല്ലാം വല്ലാതെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരികയാണ്. ഇപ്പൊ ഏതായാലും പഞ്ചായത്ത് ഇലക്ഷൻ ആണ്. ചിലർ പറയുന്നുണ്ട് ഇപ്പൊ സുദീർഘകാലിക്കൽ സാറിനോട് ചോദിച്ചു പറഞ്ഞാൽ നിൽക്കുന്നില്ലെന്നാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ സ്വാഗതം പറഞ്ഞു. വസ്തു ലഭിക്കാൻ പരിശ്രമിച്ച മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രനെ MLA ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനിൽ എസ് കലേലി ഭാഗം, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ T രാജീവ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷബ്ന ജവാദ്, K ശ്രീകല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുധീർ കാരിക്കൽ, സുനിത അശോക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നജീം മണ്ണേൽ, CO കണ്ണൻ, തൊടിയൂർ വിജയകുമാർ, പുളിമൂട്ടിൽ ശുഭകുമാരി, K ധർമ്മദാസ്, T ഇന്ദ്രൻ, L സുനിത, ജഗദമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ചവറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ഫാർമസി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. പുതിയ ഫാർമസി കെട്ടിടം, ഫാർമസി ബ്ലോക്ക്, ടോക്കൺ സിസ്റ്റം എന്നിവയുടെ ഉദ്ഘാടനം NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. ചവറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലാണ് പുതിയ ഫാർമസി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തത്. ഫാർമസി കെട്ടിടത്തിന്റെയും ഫാർമസി ബ്ലോക്കിന്റെയും ടോക്കൺ സിസ്റ്റത്തിന്റെയും ഉദ്ഘാടനം NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. പൊതുജനാരോഗ്യ മേഖലയിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഏറ്റവും നല്ല സംരംഭമാണ് നമ്മുടെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ. ഇവിടെ ചികിത്സയും രോഗനിവാരണവും മാത്രമല്ല, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടി നേതൃത്വം കൊടുക്കുന്നതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, സാമൂഹികമായിട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ. നീണ്ടകര ഫൗണ്ടേഷൻ ആശുപത്രിയേക്കാൾ കൂടുതൽ ഔട്ട് പേഷ്യൻസും ഇൻപേഷ്യൻസും ഉള്ള ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ ആശുപത്രിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു. ഈ ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള ഏത് തരത്തിലുള്ള ഫണ്ട് ഒരു പ്രശ്നമേ അല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു, ഫണ്ട് ഒരു വിഷയമേ അല്ല. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കമ്പനികളുടെ സാമൂഹിക ഉത്തരവാദിത്വ നിയമം അനുസരിച്ച് ഫണ്ട് ലഭ്യമാക്കാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം മേഖലകളിൽ എന്താവശ്യങ്ങൾ ഉന്നയിച്ചാലും നമുക്കത് സാധ്യമാക്കാൻ കഴിയും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. കാലമായുള്ള എല്ലാവരുടെയും ആവശ്യമാണ്. മഴയായി കഴിഞ്ഞാൽ നമ്മുടെ ആശുപത്രിയുടെ മുമ്പിലെ ഇന്റർലോക്ക് പലപ്പോഴും വെള്ളക്കെട്ടുകളായി മാറാറുണ്ട്. ഗേറ്റിനുള്ളിലേക്ക് കടന്നു വരുന്ന പ്രദേശങ്ങളിൽ ഇന്റർലോക്ക് ഇളകി കിടക്കുന്നത് കാരണം വയോജനങ്ങളായ ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴും അതിൽ തട്ടി മറിഞ്ഞു വീഴുന്ന സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA മുഖ്യപ്രഭാഷണം നടത്തി. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകിക്കൊണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് നീക്കിവെച്ച വലിയ തുക ഈ ഭരണസമിതിയുടെ വലിയ സന്മനസ് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ഹോസ്പിറ്റലില് ഭിന്നശേഷി കുട്ടികൾക്ക് സൗജന്യ മരുന്ന് നൽകുന്ന സ്കീമിലൂടെയും ഒക്കെ, അതുപോലെ തന്നെ ഡയാലിസിസ് പേഷ്യൻസിന് നൽകേണ്ട മരുന്നുകൾ, ഇങ്ങനെയുള്ളതെല്ലാം ബ്ലോക്ക് പഞ്ചായത്ത് നല്ലൊരു തുക മാറ്റിവെച്ചു.
ഇത് തീരുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് വിളി വരും, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് തീർന്നു, ഉടനെ ഒന്ന് പറയാൻ പറയും. നമ്മുടെ പരിധിയിൽ വരുന്നതല്ലെങ്കിലും സത്യത്തിൽ വലിയ സന്തോഷം തോന്നി. ഒരു പൊതുപ്രവർത്തകരായി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തിയാണ് ജനസേവനമായി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിന്റെ ഉത്തമ മാതൃകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് സോഫിയ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജോസ് മെൽരാജ്, M പ്രസന്നൻ ഉണ്ണിത്താൻ, നിഷ സുനീഷ്, പന്മന ബാലകൃഷ്ണൻ, ജിജി, R ഷീല, ഡോക്ടർ ശശി MD, കോഞ്ചേരിൽ ശംസുദ്ദീൻ, MA കബീർ, സോമൻ, സുനിൽ പൊന്മന, പന്മന സുന്ദരേശൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. കല്ലട ജലോത്സവം. കല്ലട ചുണ്ടന് അനുമതി നിഷേധിച്ചതായി പരാതി. ഹൈക്കോടതിയെ സമീപിച്ച് കല്ലട ചുണ്ടന്റെ അമരക്കാർ. ചുണ്ടന് നീളം കുറവാണെന്ന് സംഘാടക സമിതി. വ്യക്തിപരവും രാഷ്ട്രീയവുമായ കാരണമെന്നും ആക്ഷേപം. ഓച്ചിറ 28ാം ഓണാഘോഷം. കെട്ടുരുപ്പടികൾ 6-ാം തീയതി വരെ പടനിലത്ത് പ്രദർശിപ്പിക്കുമെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ. കെട്ടുകാഴ്ചകൾക്കൊപ്പമുള്ള DJ പാർട്ടി, പോപ്പർ എന്നിവ നിരോധിച്ചു. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. 190 കുപ്പി മദ്യവുമായി യുവാവ് പിടിയിൽ. കുലശേഖരപുരം ആദിനാട് വടക്ക് സ്വദേശി ശ്രീരാജാണ് അറസ്റ്റിലായത്. 95 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.